നമസ്കാരം. നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും വരുവാണ്. ഇന്ന് നമുക്കൊരു പുഡിങ്ങിൻ്റെ വീഡിയോ ആണ്. നമ്മളെപ്പോഴും മറ്റേ ചിക്കൻ, മട്ടൺ കറിയുടെ വീഡിയോ ആയിരുന്നു. ഇന്ന് നമുക്കൊരു പുഡിങ് പരിചയപ്പെടാം. ഇത് ബ്രിട്ടനിലെ ഒരു പുഡിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രെഡ് ബട്ടർ പുഡിങ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം വെച്ചൊരു പുഡിങ്ങാണ്. ഇത് നല്ല ടേസ്റ്റുള്ള ഭയങ്കര പുഡിങ്ങാണ്. ഇത് ഇവിടെയുള്ള ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു പുഡിങ്ങാണ് ബ്രെഡ് ബട്ടർ പുഡിങ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ട നമുക്ക് ബ്രെഡ്, ബട്ടർ, മിൽക്ക്, മുട്ട, പിന്നെ ഇച്ചിരി റൈസിൻസ്, ഇതൊക്കെ, പിന്നെ ഇച്ചിരി ഫ്ലേവറിന് വേണ്ടി സിനമൺ, ഇച്ചിരി വനില എസൻസ്, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങൾ തന്നെ വെച്ച് ഉണ്ടാക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. ഡബിൾ ക്രീം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ചെറുക്ക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പാല് മാത്രം മതി. ബ്രെഡ് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ ഈ കോണോട് കൂടി കട്ട് ചെയ്യും. ഇങ്ങനെ ഇതിൽ നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കണം. ഇതിൽ ഓരോന്നെടുക്കുക. ഇങ്ങനെ ഓരോ ബ്രെഡിലും ഇത് രണ്ട് സൈഡും തേച്ച് കൊടുക്കും. ഓക്കെ, ഇതിലേക്ക് വേണ്ട നമ്മുടെ പാലിൻ്റെ അളവും മുട്ട, 3 മുട്ട നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നമ്മളെടുത്ത് വെച്ച പഞ്ചസാര ഇതിനകത്ത് ചേർക്കുക. ഇതിന് മധുരം, പുഡിങ് അല്ലേ, മധുരം വേണം. അപ്പം ഇത് ഈ സ്പൂണിന് നമ്മൾ 14 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് ടീസ്പൂണാണ്. ഇത് 14 സ്പൂൺ, അല്ലെങ്കിൽ 1/4 കപ്പ്. നല്ലപോലെ ഇതിനെ ഇളക്കി യോജിപ്പിക്കണം, മുട്ടയും ഷുഗറും. ഇതിലേക്ക് അല്പം സിനമൺ പൗഡർ, ഒരു നുള്ള് സിനമൺ പൗഡർ, ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നു. ഒരു അല്പം വനില എസൻസ്, അതും ഫ്ലേവറിന് വേണ്ടി. ഒരു 1/4 സ്പൂൺ. ഇതൊന്നും ഒത്തിരി ആയി പോകല്ലേ, അല്പം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലാണ്. നമ്മളിപ്പം ഇത്രയും ബ്രെഡിന് 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഈ 1/2 ലിറ്റർ പാൽ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. ഓക്കെ, 500 ml പാല്. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പ്, ഒത്തിരി ഇടല്ല, ഒരു നുള്ള് ഉപ്പ്. ഇത് ടേസ്റ്റ് ഇതാക്കാൻ വേണ്ടി ഒരു നുള്ളുപ്പ്. ഒത്തിരി, ഒരു നുള്ളുപ്പിടേ ഉള്ളൂ, കാരണം ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് അല്പം നമ്മൾ എടുത്ത് വെച്ച ക്രീം, ഒരു 1/4 കപ്പ് ക്രീം, ഫ്രഷ് ക്രീം. അത് ഓപ്ഷനല്ല, വേണമെങ്കിൽ മതി, നിർബന്ധമുള്ള കാര്യമില്ല. ഇത് എല്ലാം മിക്സാക്കി ഈ പാല് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ട്രേയിൽ അടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഇത് ബ്രെഡ് ഉരുക്കിയതാണ്, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ സൈഡ് വഴി. ഇതും ബട്ടർ തന്നെ ഞാൻ ഇച്ചിരി ഉരുക്കിക്കൊണ്ട് വന്നേ ഉള്ളൂ. അത് അതിൻ്റെ സൈഡ് വഴിയാക്കി. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് അടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇങ്ങനെ
ബ്രെഡ് മുറിഞ്ഞ് പോയെങ്കിലൊന്നും വിളിക്കണ്ട, അതൊന്നും പ്രശ്നമില്ല, കാരണം നമ്മൾ ഇളക്കിയാണ് കഴിക്കുന്നു. നിങ്ങൾക്ക് ഈ സൈഡ് ഇഷ്ടമില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുന്നതിന് കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് സുൽത്താൻ ഇട്ട് കൊടുക്കാം, അല്ലെ റൈസിൻസ്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മിൽക്ക് ഒഴിച്ച് കൊടുക്കും. ഇനി അടുത്തത് നമുക്കിത് ഓവനിൽ വെച്ച് ഓവൻ ആദ്യം ഒരു 10 മിനിറ്റ് നമുക്ക് ഹീറ്റ് ചെയ്യാൻ ഇടാം. അതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ച് 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കും. ഇത് ഓവൻ ഓണാക്കി 10 മിനിറ്റ് ഇട്ടേക്ക് വരുന്നു. ഇത് ചൂടായി. നമുക്കിനി അത് ഓവൻ ടൈമിംഗ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. 180 ഡിഗ്രിക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പുഡിംഗ് കൂടെ റെഡിയായി. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിക്കാം, നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ജർമ്മനിയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ആ മോനെ പൊളിച്ചു ഒത്തിരി സ്വീറ്റും അല്ല. വെരി കസ്റ്റഡി, റിയലി ഗുഡ്, വെൽ ഡൺ ഷെഫ്, വെരി വെൽ ഡൺ. താങ്ക് യു. വെരി വെൽ ഡൺ. താങ്ക് യു.